മോട്ടുപത്ലു, എത്ര നേരമായി ഞാൻ നിങ്ങളെ വിളിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഫോൺ എന്തോ കുഴപ്പമുണ്ട്. എപ്പോ നോക്കിയാലും നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. നമുക്ക് ജോണിനെ എത്രയും പെട്ടെന്ന് പിടിക്കണം. ഈ നിങ്ങൾക്ക് ഫോണിന്റെ ആവശ്യമില്ല. ഞാൻ കമാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് അപ്പൊ തന്നെ കേട്ട് അത് ഫോളോ ചെയ്താൽ മതി. ഓക്കേ ചിങ്കം സർ, താങ്ക് യു. ഇത് വേൾഡ് വാർ 2ന്റെ വാക്കി ടാക്കിയാണ്. ഇപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോ ഇതിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ഞാൻ ആദ്യം നിനക്ക് കമാൻഡ് ചെയ്യാം, നീ അത് കേട്ടിട്ട് പത്ലൂന് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഒരേ സമയത്ത് രണ്ടുപേർക്കും ഒരുമിച്ച് കമാൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ആകെ ഒരു പ്രശ്നം. കാരണം ഇത് പുരാതനമായ വാക്കി ടോക്കി ആണ്. പോയിക്കോളൂ, നിങ്ങളുടെ ജോലി ഇപ്പൊ തന്നെ തുടങ്ങാം. ആ ജോൺ എത്രയും പെട്ടെന്ന് പിടിക്കണം. ചിങ്കം സാർ ഇനി വോക്കി ടോക്കി കൊണ്ടുള്ള പരിപാടിയാ. നമുക്ക് നമ്മുടെ പണിയും ചെയ്യാം. കാണാലോ അങ്കത്തട്ടിന് ആർക്കാണ് വിജയമെന്ന്. നമുക്കിത് തകർക്കണം. കൊള്ളാം, എന്ത് നല്ല കവിതയാ പറഞ്ഞ. കവിതയുടെ കാര്യമൊക്കെ വിടറ. കണ്ടോ നിങ്ങള്, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഞാൻ ചിങ്കം സാറിന്റെ വോക്കി ടോക്കി കേടാക്കിയിട്ടുണ്ട്. ഇനി വോട്ടുവനും പത്തലവനും ചിങ്കം സാറിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുകയില്ല. ഞാനിനി ചിങ്കം സാറിന്റെ ശബ്ദത്തിൽ കമാൻഡ് ചെയ്ത് വോട്ടുവനും പത്തലവനും മണ്ടന്മാരാക്കും. എന്റെ അമ്മോ, മോട്ടു, നീ ഇത് എവിടെയാണ്? ചിങ്കം സർ, ഞാൻ മാർക്കറ്റിലല്ല ഉള്ളത്. എന്റെ അമ്മോ, നീ പെട്ടെന്ന് ചായക്കട ചേട്ടന്റെ കടയ്ക്ക് പോ. സമൂസ കഴിച്ചോ, എന്നിട്ട് വിശ്രമിച്ചോ. വേണമെങ്കിൽ പാർട്ടി നടത്തിക്കോ. ആ ജോൺ രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ ഞാൻ അവനെ പിടിച്ച് ജയിലിനകത്ത് ആക്കി. പോയിക്കോ, എന്നിട്ട് പാർട്ടി നടത്തിക്കോ. പൊളിച്ചേ പാർട്ടി, ഞാൻ എത്തിപ്പോയി. ഹോയ് ഹോയ് പാർട്ടി, പാർട്ടി കൊള്ളാലോ കൊള്ളാലോ. ജിങ്ക ചിക്ക ജോൺ പിടിക്കപ്പെട്ടല്ലോ. ഇനിയല്ലേ രസം എന്റെ പത്ലു. നിങ്ങൾ രണ്ടാളും ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഞാനാണെങ്കി അവിടെ ജോണിനെ പിടിക്കാൻ വേണ്ടി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏയ്, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ അമ്മ, ജോണിനെ പിടിക്കുന്നതിന് പകരം നിങ്ങൾ ഇവിടെ ഭരതനാട്യം കളിക്കുകയാണോ? ഞാൻ മോട്ടു പത്ലു എന്ന് ഒച്ച വെച്ചോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളത് കേൾക്കാതെ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണോ? നിർത്തിക്കോ, എന്നിട്ട് ഇപ്പൊ തന്നെ എന്നോടൊപ്പം വന്നോളണം. എനിക്കെന്താ പറ്റിയത്? അപ്പൊ ഞാൻ നേരത്തെ കേട്ടതൊക്കെ ചിലപ്പോ തെറ്റായിരിക്കാം. മോട്ടു പത്ലു കമ്മിങ്, മോട്ടു പത്ലു കമ്മിങ്. യെസ് ചിങ്കം സർ, മോട്ടു ഹിയർ. മോട്ടു, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ കള്ളൻ ജോണും ബോക്സ് റേട്ടനും ഒരുമിച്ചാണ്. അവരെന്തോ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ബോക്സ് റേട്ടനെ ഇപ്പൊ തന്നെ കൈയോടെ പിടിച്ച് എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരണം. സമോസ കഴിച്ച് പോയിക്കോ, അല്ലെങ്കിൽ ആ ബോക്സ് റേട്ടൻ നിന്നെ ശരിക്കിട്ട് പെരുമാറും. ഓക്കേ ചിങ്കം സർ, ആസ് യു സേ. എന്താ ഈ കാണിക്കുന്നേ? പൊളിച്ചേ. എന്റെ പത്ലു, ഞാൻ കുറച്ച് തിരക്കില്ല. നിന്നോട് പറയാനും മറന്നുപോയി. ജോണിന്റെ കൂടെ ചേർന്ന് മോഷണം തുടങ്ങിയ നീ. മോഷണം എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ നിനക്ക്. ചിങ്കം സാർ എല്ലാ കാര്യവും എന്നോട് തുറന്നു പറഞ്ഞു. നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വരെ. എടോ, അവനെ ഒന്ന് പൊക്കി നിർത്താൻ എല്ലാവരും ഒന്ന് സഹായിക്കേ. ഭണ്ഡാരത്തിന് ഒടുക്കത്തെ ഭാരവാ. പിടിക്കേ. ഇന്ന് ചിങ്കം സാറേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും ഇവനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അമ്മോ, ഞാൻ എപ്പോഴാ നിങ്ങളോട് പറഞ്ഞത്? മോട്ടു പത്ലു, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? എനിക്കിവിടെ താമസിക്കേണ്ടതാണ്.
ബോക്സറേട്ടാ, എന്നെ വിശ്വസിക്കൂ, ഇതൊന്നും ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല. എന്തേ നിങ്ങൾ പറഞ്ഞില്ലെന്നോ എന്താ പത്ലു ഇതൊക്കെ? ചിങ്കം സാറേ, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ മോട്ടു ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞത്? ഓ എന്റെ ചങ്ക എന്റെ ബ്രോ മോട്ടുവോ ഞങ്ങളോട് പറഞ്ഞത് ചിങ്കം സാർ അങ്ങനെ പറഞ്ഞെന്ന്. അതേന്ന് എന്റെ അമ്മോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, സാരമില്ല. അല്ല, കൺഫ്യൂഷൻ ഉണ്ടായതായിരിക്കും. താങ്ക് യു ബോക്സർ ഏട്ടാ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എന്തുമാത്രം നല്ല മനുഷ്യനാണ്. പക്ഷേ ഇതുപോലുള്ള കൺഫ്യൂഷൻ ഇനി വേണ്ട. എന്റെ ഊപ്പാട് പോയി. ഇനി നമുക്ക് അടുത്ത ഓർഡർ കൊടുക്കാം. ഇപ്പൊ പണി കൊടുക്കാം. മോട്ടു, എന്നാ കേട്ടോ, ബോക്സറേറ്റിനെ പറ്റി അബദ്ധം നീ മറന്നോ? ഇപ്പൊ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടോളണം. ഇപ്രാവശ്യം നീ ഒരു അബദ്ധം കാണിക്കാൻ പാടില്ല, ഓക്കേ? ഇനി എനിക്കൊരിക്കലും തെറ്റ് സംഭവിക്കില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ടോളാം. കേട്ടോ 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 കേട്ടോ, ജോണിനോടൊപ്പം ഒരാളുണ്ട്. അയാള് എന്റെ മുഖന്മാര് ഒരു മാസ്ക് ഇട്ടിട്ടുണ്ടാവും. ആ കള്ളൻ ജോൺ മോഷ്ടിക്കാൻ വേണ്ടി അയാള് എല്ലാ സഹായം ചെയ്ത് കൊടുത്തിരിക്കും. ഇതൊക്കെ അവര് ചെയ്യാൻ കാരണം അവർക്ക് നല്ല ധൈര്യമുണ്ട്. ആ ഇൻസ്പെക്ടർ അവരോടൊപ്പം ഉള്ളത് കൊണ്ട്. ആഹാ, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അവന്മാരിപ്പോ ബസ് സ്റ്റോപ്പിന് അവിടെ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ ചെല്ല്, എന്നിട്ട് കയ്യോട് അവന്മാരെ പിടിച്ചോണ്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ. അവന്റെ മുഖംമൂടി നമുക്കിന്ന് വലിച്ചു കീറണം. ഇറ്റ് ഷുഡ് ബി ഓൺ മൈ ഫീറ്റ്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ചിങ്കം സാർ, ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഈ പണ്ടാരാണ് ശരിക്കും വർക്കാവില്ലല്ലോ. ഹലോ പത്ലു, കമിൻ. പത്ലു, കമിൻ. ആ ഞാൻ ഇപ്പൊ വന്നേക്കാം. പക്ഷെ ഇപ്രാവശ്യം ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? യെസ്, അതെ അതെ, നമുക്ക് നടത്താം. സാറ് വിഷമിക്കണ്ട. എടാ ചിങ്കത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ്, നീ എന്താ ധരിച്ചു വെച്ചത്? നിന്നെ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നോ? മോട്ടുപത്രു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ വിട്ടേക്ക് 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 പ്ലീസ്. വിടാൻ, എന്റെ മൂക്ക് വേദനിക്കുന്നു. എന്തായി കാണിക്കുന്നത്? പത്ലു, ഇവന്റെ മാസ്ക് എനിക്ക് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. വിടാനല്ല പറഞ്ഞത്. നല്ല ശക്തിയുണ്ടവന്. വാ, ചിങ്കം സാറിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഈ മാസ്ക് ഊരിയെടുക്കാം. വേഗം വാ. അകത്ത് പോയി ഇരിയടാ. കോൺസ്റ്റബിൾ സാറേ, ചിങ്കം സാർ എവിടെയാ ഉള്ളത്? കണ്ടില്ലേ, ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചിങ്ങത്തിനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പക്ഷെ ഇവന്റെ മാസ്ക് കൊന്നിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്. എന്റെ അമ്മോ, അവിടെ തന്നെ നിന്നോളാം. ഇനി പറ. ഇത് ഒറിജിനൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചിങ്കം എവിടെ? നിന്നോട് ആരാ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ചിങ്കം ഉണ്ടെന്ന്? എന്റെ മുഖം വലിച്ചു കീറി, എന്റെ മീശ പിരിക്കാൻ നോക്കി, എന്റെ മൂക്ക് വലിക്കാൻ നോക്കി. എന്റെ അമ്മോ. പക്ഷെ ഈ വോക്കി ടോക്കിൽ നിങ്ങളുടെ ശബ്ദമായിരുന്നല്ലോ ഞാൻ കേട്ടത്. നിങ്ങൾ എന്നോട് ഓർഡർ ചെയ്തതാണ്. സത്യം, നിങ്ങളുടെ ശബ്ദം തന്നെയായിരുന്നു. ഇതിന്റെ അർത്ഥം നമ്മളെ കുറച്ചു നാളായി ആരോ പറ്റിക്കുകയാണെന്നാ. എനിക്ക് തോന്നുന്നത് ഈ കളൻ എന്തായാലും ഒരാള് തന്നെയാണ് ചെയ്യുന്നതെന്നാ. ആര്? ജോണോ? ആ, പക്ഷെ ഇപ്പൊ നമ്മള് അവനിട്ടൊരു നല്ല പണി കൊടുത്തേ മതിയാകൂ. പത്തുലൂ, നീ തന്നെ ആലോചിക്കേ. ഐഡിയ കഴിഞ്ഞു. ഇതും കൂടെ ഉള്ളൂ. എന്റെ അമ്മോ, മോട്ടു കമ്മിന് കമ്മിന് കമ്മിന്. മോട്ടു കമ്മിന്, ജോൺ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സമോസ കഴിച്ച് വെയിറ്റ് ചെയ്യ. ആണോ? ജോൺ എന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്നോ? ഓക്കെ സർ, ഓക്കെ. ഞാനോ? ഞാൻ എന്തിനാ മോട്ടിന്റെ അടുത്തേക്ക് പോകുന്നേ? ഞാൻ എന്തിനാ അവന്റെ അടുത്തേക്ക് പോകുന്നേ? ഞാൻ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ജോൺ വരുന്നുണ്ട്. സമോസ കഴിച്ച് നീ അവിടെ വെയിറ്റ് ചെയ്യ. അതെ, ജോൺ ഇപ്പൊ തന്നെ നിന്റെ അടുത്തേക്ക് എത്തും. ജോണൊന്നും വരാൻ പോകുന്നില്ല. ജോൺ കിടന്നുറങ്ങാൻ പോവുകയാണ്. നിങ്ങളിപ്പോ പ്ലാൻ ചെയ്തുള്ള പരിപാടിയായിരുന്നു അല്ലേ? ഇത് ചീറ്റിംഗ് ആണ്. എന്റെ പൊന്നു പോട്ടു, എന്നെ ഇടിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ.
എന്റെ പൊന്നു മോട്ടു ഇങ്ങനെ സമൂസ കഴിക്കരുത്, പിന്നെ കക്കൂസി നെടിക്കാൻ സമയം കിട്ടത്തില്ല. എടാ ജോണെ, നീ എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചില്ലേടാ. സമൂസ കഴിച്ചപ്പോഴാ എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായത്. എനിക്ക് നിന്നോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.